ഒരു പ്രവേശന ശ്രമം നടന്നു വരികയാണ്. മറ്റു നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മദ്രസ എന്താണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് ചോദിച്ചാൽ ഇസ്ലാം ദീനാണ്. അതിനപ്പുറം വേറെ സങ്കുചിതമായ യാതൊരു കാഴ്ചപ്പാടോ പഠനത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സിലബസിൻ്റെ കാര്യത്തിൽ ഈ ഒരു മദ്രസയിൽ പഠിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് ആഭിമുഖ്യമുള്ള അല്ലെങ്കിൽ പ്രാതിനിധ്യമുള്ള സംവിധാനത്തിൽ എങ്ങനെയാണ് അങ്ങനെ പഠിപ്പിച്ചാൽ മതിയോ ചോദിച്ചാൽ അതാണ് ഇസ്ലാമിക പ്രസ്ഥാനം. നമുക്ക് കൃത്യമായ മറുപടി ഉണ്ടല്ലേ. ഒരു കുട്ടി ഖുർആനും ഹദീസും പഠിക്കുമ്പോൾ അവന് ലഭിക്കുന്ന ഇസ്ലാമിക ബോധം ആ ബോധം മതി എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനപ്പുറം ഇസ്ലാമിക പ്രസ്ഥാനം, അതിനപ്പുറം ഒരു ദീൻ, ഖുർആനും സുന്നത്തും പഠിക്കുമ്പോൾ അതിനപ്പുറം ഒരു ദീൻ അത് പഠിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച ഒരു ക്യാമ്പസും സംവിധാനവും അങ്ങനെയുള്ള ഒരു ഫാക്കൽറ്റി ഒക്കെയാണ് ഈ ക്യാമ്പസ് നിലനിൽക്കുന്നത് അറിയിക്കുന്ന സന്തോഷം. മറ്റൊന്ന് ഇതിൻ്റെ സമയക്രമമാണ്. സാധാരണ വിശദീകരിച്ചൂടെ പറയുന്നു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവം അതുപോലെ ഷെയർ ചെയ്യാൻ